ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ നിരന്തരം ശുദ്ധീകരിച്ച് സ്വർഗത്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ എൻ്റെ കളങ്കമെല്ലാം മാറിടാൻ. നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ എന്നിൽ നീ നിറയണേ യേശുനാഥ. അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. ഞരങ്ങുന്നു കുറുപ്രാവു പോൽ നിൻ സന്നിധി. വാനമേഘക്കൊടിദൂതരുമായി അന്നു അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ എന്നെയും ചേർക്കണേ, എന്നെയും ചേർക്കണേ. യേശുനാഥ, അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് മലാക്കി, ചാപ്റ്റർ 3 വേഴ്സസ് 2 and 3. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. മലാക്കി പ്രവാചകൻ ജനത്തോട് സംസാരിക്കുന്ന ഭാഗം. ബാബിലോൺ വിപ്രവാസത്തിന് ശേഷം തിരികെ വന്ന യഹൂദ ജനം ദേവാലയം പുതുക്കി പണിതെങ്കിലും വിശ്വാസ ജീവിതത്തിൽ, ധാർമ്മിക ജീവിതത്തിൽ വലിയ വീഴ്ച അവരിൽ സംഭവിച്ചു. ആ നേരത്ത് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ഐ വിൽ പ്യൂരിഫൈ യു. സ്വർണം വെള്ളി അഗ്നിയിൽ ശുദ്ധിയാക്കപ്പെടുന്ന പോലെ, വസ്ത്രം കാരം കൊണ്ട് ശുദ്ധിയാക്കപ്പെടുന്ന പോലെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ തൻ്റെ ജനം കടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷയാണ്. അന്ത്യകാലത്ത് വാനമേഘങ്ങളിൽ കർത്താവ് തമ്പുരാൻ എഴുന്നള്ളി വരുമ്പോൾ അവൻ്റെ തിരുമുമ്പാകെ നിൽക്കാൻ നമ്മൾ കടന്നു പോകേണ്ട ശുദ്ധീകരണ പ്രക്രിയ. ഈ പ്യൂരിഫിക്കേഷൻ്റെ തുടക്കമാണ് കർത്താവ് നമുക്കായി കുരിശിൽ നേടിത്തന്നത്. കർത്താവിൻ്റെ കുരിശിനോട്, കർത്താവിൻ്റെ സഭയോട്, കൂദാശകളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ശുദ്ധീകരണമാണ് നമ്മളിൽ നടക്കുന്നത്. കർത്താവ് നമ്മളെ നശിപ്പിക്കില്ല, മറിച്ച് ശുദ്ധി വരുത്തുന്ന സഹനങ്ങളിലൂടെ നമ്മെ കടത്തിവിടും. അതൊരാത്മാവും നിത്യനരകത്തിൽ വീണുപോകാതെ സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇടം കണ്ടെത്താൻ കർത്താവിൻ്റെ സ്നേഹമാണ് അതെന്ന് നമുക്ക് തിരിച്ചറിയാം.
സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ വാക്കുകൾ, ദ സോൾ മസ്റ്റ് പാസ് ത്രൂ ദ ഫയർ ഓഫ് പ്യൂരിഫിക്കേഷൻ, ഫോർ ദ ഫയർ ഓഫ് ഗോഡ്സ് ലവ് ബേൺസ് അവേ എവറി ഇംപ്യൂരിറ്റി. ശുദ്ധീകരണത്തിൻ്റെ അഗ്നിയിലൂടെ എല്ലാ ആത്മാവും കടന്നു പോകണം. ആ ശുദ്ധീകരണത്തിൻ്റെ അഗ്നി കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാണ്. ആ സ്നേഹത്തിൽ നമ്മുടെ അശുദ്ധി മാറിപ്പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നവനെ, ഞങ്ങളുടെ അഹങ്കാരത്തെ, ഞങ്ങളുടെ സ്വാർത്ഥതയെ, ഞങ്ങളുടെ പാപചായ്വുകളെ മാറ്റി ഞങ്ങളെ വെടിപ്പാക്കണമേ. വെള്ളി അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന പോലെ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ശുദ്ധരാക്കപ്പെടട്ടെ. ഒടുവിൽ വാനമേഘങ്ങളിൽ നിന്റെ തിരുമുഖം ദർശിക്കുന്നവരുടെ ഗണത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ഈ ദിവസത്തിൻ്റെ മുഴുവൻ നിയോഗങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.